ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. സിഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചെയ്യണത് പെഡസ്റ്റൽ ഫാനിൻ്റെ ഒരു കിറ്റാണ്, കൺവെർഷൻ കിറ്റ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പുതിയൊരു സർക്യൂട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മോട്ടർ സെയിം ആണ്, നമുക്ക് പിന്നെ SMBSൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നമ്മളെ റെഗുലേറ്റർ, സ്പീഡ് കൺട്രോളർ, അതിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ അടുപ്പിച്ച് കാണിക്കണം. ഇതാണ് റെഗുലേറ്റർ. ഈ വീഡിയോ കാണുമ്പോൾ പോയിൻ്റ് കാണാതിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അടുപ്പിച്ച് കാണിക്കുന്നത്. ഇത് ആണ് 1, 2, 3 സ്പീഡിൻ്റെ റെഗുലേറ്റർ. ഇത് നമ്മൾ പിന്നെ പെഡസ്റ്റൽ ഫാൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്നും 3 സ്പീഡ്, അതായത് റെഗുലേറ്ററിൻ്റെ ഈ 3 സ്പീഡ്, ഒന്ന് രണ്ടാമത്തേത് ഇവിടെ കൊടുക്കും. ഈ റെഡ് വയർ മൂന്നാമത്തെ സ്പീഡാണ്, അത് നമ്മൾ ഇവിടെ കൊടുക്കും. അതായത് ഇതാണ് യഥാക്രമം 1, 2, 3. ചിലതിന് 3, 2, 1 അങ്ങനെ ഉണ്ടാവും. 1, 2, 3 ഇങ്ങോട്ടും ഉണ്ടാവും, 1, 2, 3 ഇങ്ങോട്ടും ഉണ്ടാവും. അത് പ്രശ്നമല്ല. നമുക്ക് ഇവിടെ ഈ 2 വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ അത് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇത് ഓഫ് ആണ്. അപ്പോൾ ഈ ഓഫിൽ വരുന്ന വയർ അതാണ് ഇത്. ഈ മഞ്ഞ വയറുണ്ടല്ലോ, ഇത് നമ്മൾ ഇവിടുന്ന് എടുക്കും. ഈ മഞ്ഞ വയർ എടുത്തിട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യും, ഇതിനേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഫ്രീ ആവും. ഈ മഞ്ഞ വയർ ഇവിടുന്ന് എടുത്തും ഇവിടെ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിലൂടെ പോയിട്ട് തിരിച്ച് മോട്ടറിലേക്ക് പോകും. അപ്പോൾ ഇത് ഇന്നാണ് ഈ നീല വയർ. ഇത് നമ്മൾ കട്ട് ചെയ്യണില്ല. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് പെഡസ്റ്റൽ ഫാൻ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഒരു റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല, സ്പീഡ് കൺട്രോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടൊക്കെ വരും. അപ്പോൾ ഇതാണ് ഇനി ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് റിമൂവ് ചെയ്യുകയാണ്. ഈ ഒരു PCB മാത്രം ഇതിനകത്തുനിന്ന് എടുക്കാൻ പോവുകയാണ്. ഈ PCB എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സ്ക്രൂ ഒഴിവാക്കുക. ഇത്രയാണ് വേണ്ടത്. ഇതിനകത്താണ് നമ്മൾ ഇനി ഈ 3 വയർ കണക്ട് ചെയ്യുക. 4ാമത്തെ വയർ നമ്മൾ ഈ മഞ്ഞ വയറും കണക്ട് ചെയ്യും. അതാണ് പെഡസ്റ്റൽ. പിന്നെ ഓസിലേഷൻ്റെ ആവശ്യമില്ല. ഇത് ഗിയറാണ്. ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓസിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ SMBSലേക്ക് വരുമ്പോൾ ഇതാണ് AC-ൻ്റെ വയർ. ഈ 2 കറുപ്പ് വയർ വരുന്നതാണ് AC-ൻ്റെ വയർ, ഈ കപ്പാസിറ്ററിൻ്റെ അടുത്തുള്ള ഈ വയർ. പിന്നെ DC എന്ന് പറയുന്നത് പ്ലസും മൈനസും ഇവിടെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്ത് നോക്കാം. ഇതാണ് പെഡസ്റ്റൽ ഫാനിൻ്റെ മോട്ടർ വരുന്നത്. ഒരു ഗിയർ ടൈപ്പാണ് വരുന്നത്. മറ്റേ വാൾ ഫാനിൻ്റെ മോട്ടറിൽ വരുമ്പോൾ നമുക്ക് ഓസിലേഷൻ മോട്ടർ ഇങ്ങനെയാണ് വരിക. ഇതിനകത്ത് ഓസിലേഷൻ ബാക്കിലാണ് വരുന്നത്. പിന്നെ ബോർഡ് എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. വാൾ ഫാനിനും പെഡസ്റ്റലിനും ടേബിളിനും SMBS സെയിം ആണ്, 24 വോൾട്ടിൻ്റെയാണ്. പിന്നെ നമുക്ക് വ്യത്യാസം എന്ന് പറയാനുള്ളത്, അതായത് ഈ റെഗുലേറ്റർ നമ്മൾ പിന്നെ ഇതിനകത്ത് ആവശ്യമില്ല. ഇതിനകത്ത് വരുന്നത് ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലെവലിലാണ് വരിക. ഈ വാളും ടേബിളും ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ 1, 2, 3 എന്നുള്ളത് ചിലപ്പോൾ 3, 2, 1 വരും, 1, 2, 3 വരും. അത് നമ്മളിവിടെ ഈ 3 വയർ കൊടുക്കണം. അത് ശ്രദ്ധിച്ച് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. സെൻറ്ററത്തെ വയർ അങ്ങോട്ട് നിർത്തിയിട്ട് 1, 2, 3, 2 എപ്പോഴും സെൻറ്ററാണ് വരിക. അപ്പോൾ 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ താഴെ മേലെയും കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ടാണ്. അത് നമുക്ക് മോട്ടറിലേക്ക് കൊടുക്കാം. മോട്ടറിലേക്കല്ല, മോട്ടറിൻ്റെ വയറിലേക്ക് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇങ്ങനെയാണ് ഇത് വയർ വരുന്നത്. അതായത് ഈ 2 വയർ, അതായത് റെഗുലേറ്റർ റൗണ്ട് ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ ഒരു PCB ഇങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. ഇതിൽ നമ്മൾ ഇതിനകത്തേക്കുള്ള വയർ കൊടുക്കണത്. വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ആ വയറൊന്ന് കൊടുത്ത് നോക്കാം. അതായത് ഇപ്പോൾ ഇതിൽ റിമൂവ് ചെയ്തതാണ്. ഈ ഒരു 2 സ്ക്രൂ അയച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പീസ് നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്ക് ഇവിടെയും വേണമെങ്കിൽ വയർ സോൾഡർ ചെയ്യാം, ഇവിടെയും ചെയ്യാം. എവിടെയാണെങ്കിലും കണക്ഷൻ കിട്ടും. ഇവിടെ ആകുമ്പോൾ സിമ്പിളാണ്, സോൾഡറിങ് ഓൾറെഡി ഉണ്ട്. ഇതിപ്പോൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു വയർ, ഈ ഒരു മഞ്ഞ വയറാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു നീല വയർ ഇവിടെ നിലനിർത്തുകയാണ്. അതായത് ഈ ഒരു നീല വയർ നമ്മൾ ഇതിമ നിലനിർത്തി മഞ്ഞ വയർ ഊരിയെടുത്തു. സോൾഡറിങ് ഊരിയെടുത്തിട്ടുണ്ട്. ഈ മഞ്ഞ വയറിനെ നമ്മൾ ഇത് 3 നമ്മളെ സ്പീഡ് കൺട്രോൾ വയർ. അപ്പോൾ അത് നമ്മളവിടെ മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ ഈ ഒരു വയറിനെ നമ്മളിവിടെ ജോയിൻ്റ് ചെയ്യാണ്. സോൾഡറിങ്ങോ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസുലേഷനോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു 3 വയർ നമ്മൾ ഈ PCBൻ്റെ 1, 2, 3. അപ്പോൾ നമുക്ക് സെൻറ്റർ ഈ ഒരു ബ്ലൂ കൊടുക്കാം. ഈ ഒരു റെഡിനെ നമുക്ക് ഈ ഒരു എൻഡിൽ കൊടുക്കാം. ഈ ഒരു വയറിന് നമ്മൾ അവിടെ കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു വയർ വരുന്നത് 3. അപ്പോൾ 3 സ്പീഡുമായി.
ഇതിപ്പോൾ 3 സ്പീഡ് കറക്റ്റായി 1 2 3. ഇനിയിപ്പോൾ സ്പീഡ് ഇപ്പോൾ ഒന്നിലിടുമ്പം ഭയങ്കര സ്പീഡാണ് ഫീൽ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ തലക്കത്തെ വയറിന് ഇപ്പുറത്തേക്കും ഈ വയറിന് ഇപ്പുറത്തേക്കും മാറ്റി കൊടുത്താൽ മതി. ഈ PCB ഒന്നും ചെയ്യണ്ട. ഓൾറെഡി ഇതിമേ റെഗുലേറ്റർ റെസിസ്റ്റൻസൊക്കെ ഇതിമേ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് കൺട്രോളിങ്ങിന് നമുക്ക് ടെൻഷൻ ഇല്ല. പിന്നെ ഈ ഒരു വയർ നേരെ ബോർഡിലേക്ക് പോയി. ഈ ഒരു മഞ്ഞ വയർ നമ്മൾ ഇങ്ങോട്ടും കൊടുത്തു. ഇത്രേ പണിയുള്ളൂ. ഇതിവിടെ കഴിഞ്ഞു. ഇനിയുള്ളത് ഈ 2 വയർ. ഈ 2 വയർ നമ്മൾ നേരെ PCBയിൽ കൊടുക്കും. അതായത് നമ്മളെ പവർ സപ്ലൈയിൽ കൊടുക്കും. പവർ സപ്ലൈൻ്റെ ഇവിടെ പ്ലസ് മൈനസ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വയർ റെഡ്, ഈ ഒരു വയർ ബ്ലാക്ക്, ഇത് AC ഇന്നാണ്. ഇതിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഈ കപ്പാസിറ്ററുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ AC ആണ് ഈ 2 ബ്ലാക്ക് വരുന്നത്. ഇതിവിടെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡുമ്പോൾ കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും പോളാരിറ്റി മാറാൻ പാടില്ല, പ്ലസും മൈനസും. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് ഇപ്പോൾ ഓൾറെഡി ഞാൻ സോൾഡറിങ് ഒക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സെയിം ബോർഡാണ്. ഇതിങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് കൊടുക്കുക. അതായത് ഇവിടെ നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നു. ഇത്ര വലിയ സോൾഡറിങ് ആണ് വേണമെന്നില്ല. ഇതൊരു 25 വാട്ട് 30 വാട്ടിൻ്റെ സോൾഡറിങ് ആണ്. 10 വാട്ടിൻ്റെ സോൾഡറിങ് ആണ് മതി. ഇപ്പോൾ നമ്മൾ പ്ലസും മൈനസും ഇതിലേക്കുള്ളത് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു പിന്ന് ഈ മോട്ടറിൻ്റെ ഈ സോക്കറ്റിൽ നമ്മൾ കണക്ട് ചെയ്യും. ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റിൽ നമ്മളത് കണക്ട് ചെയ്യുക. ഇപ്പോൾ മോട്ടറിലേക്കുള്ള കണക്ഷനും എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ നമ്മളെ റെഗുലേറ്ററും ഓക്കെ ആയി. ഇപ്പോൾ സ്പീഡ് 1 2 3 ഓക്കെ ആയി. ഇനി നമുക്ക് SMBSക്കുള്ള പവർ സപ്ലൈ ആണ് കൊടുക്കാനുള്ളത്. അത് നമുക്കിവിടെ ഒരു 2 പിന്ന് നമ്മളിങ്ങനെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ടിട്ട് നമുക്ക് അതും കൊടുക്കാം. വാൾ ഫാനെ പോലെ ഓസിലേഷൻ മോട്ടർ ഇതിനില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ആകെ ഈ ഒരു 2 വേറെ വരുന്നുള്ളൂ. ഇത് പൊളാരിറ്റീൻ്റെ പ്രശ്നമില്ല. ഫേസും ന്യൂട്രും എങ്ങനെ വന്നാലും ഒരു കുഴപ്പമില്ല. വയർ കണക്റ്റ് ആയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് മോട്ടറിലേക്ക് കൊടുത്തു നോക്കാം. ഒരു ബ്ലേഡ് വെച്ചിട്ടൊന്ന് കൊടുത്തു നോക്കാം. ഇതാണ്. ഇതിപ്പോൾ 1ാമത്തെ സ്പീഡിലാണ് വർക്ക് ചെയ്യണത്. ഇനി 2 സ്പീഡ് കൂടുന്നുണ്ട്. ഇത് 3 ടോപ്പ് സ്പീഡ്. 1400 RPMൻ്റെ അടുത്തുണ്ടാവും. 1380 കാൽക്കുലേഷൻ പ്രകാരം വരുന്ന RPM. നല്ല എയർ ഡെലിവറി ഉണ്ട്. നല്ല സ്പീഡുണ്ട്. ഒരു 15-20 വാട്ട്സിൻ്റെ ഉള്ളിൽ പവർ സപ്ലൈ കൺസപ്ഷന് വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ 1550 രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ പ്രൈസ്. ഇതിൻ്റെ കൂടെ റെഗുലേറ്ററും കൂടി വരുന്നത് കൊണ്ടാണ്. ആ റെഗുലേറ്റർ അടക്കമാണ് വരുന്നത്. ആദ്യം വന്നത് റെഗുലേറ്റർ ഇല്ലാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും ഉള്ളത് കൊണ്ടാണ് മൊത്തം ഇപ്പോൾ പുതിയ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് 1550 രൂപയാണ്. കൊറിയർ ചാർജ് 70 രൂപയാണ് വരുന്നത്. ഈ ബ്ലേഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ ഈ ബ്ലേഡിന് വില വരുന്നുണ്ട്. ബ്ലേഡ് വേണ്ടവർക്ക് വാട്ട്സ് കുറഞ്ഞ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലേഡ് ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്ലേഡ് വരുന്നുണ്ട്. ഈ ബ്ലേഡിന് 150 രൂപയാണ് വില വരുന്നത്. ഇതിന് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ രണ്ടിനും വാട്ട്സിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് ചെറിയ കറണ്ടിൽ വർക്ക് ചെയ്യും. ഇത് അതായത് ഒരു കൺസപ്ഷൻ എന്ന് പറയുന്നത് 15 വാട്ട്സിൻ്റെ ഒക്കെ ആ ഒരു റേഞ്ചിലാണ് വരിക. ഇതാകുമ്പോൾ 28-30 വാട്ട്സിൻ്റെ അടുത്തേക്ക് വരും. പക്ഷേ സെമി ഹൈ സ്പീഡായിട്ട് ഉപയോഗിക്കാൻ ഈ ബ്ലേഡ് പറ്റും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. C4Tech ബൈ ഫൈസൽ സൈനിങ് ഔട്ട്. ബൈ.